എഡ്ഫിൽ ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൈക്കോളജിക്കൽ തോട്ട്സ് ഇൻ വെസ്റ്റേൺ സിസ്റ്റം. ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള എമർജൻസ് ഓഫ് സൈക്കോളജിയിലെ വെസ്റ്റേൺ സിസ്റ്റം എന്നുള്ള ഭാഗത്തുള്ള ഒരു 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടാകും. ഈസ്റ്റേൺ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വെസ്റ്റേൺ സിസ്റ്റമാണ് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മെജോറിറ്റി ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് ഈസ്റ്റേൺ ഭാഗത്ത് നിന്ന് തന്നെയാണ്. വെസ്റ്റേൺ ഭാഗത്ത് നിന്ന് സ്കൂൾ ഓഫ് തോട്ട്സിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈസ്റ്റേൺ സിസ്റ്റത്തിനാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്കൂൾസ് ഓഫ് തോട്ട്സ് ഇൻ സൈക്കോളജി. സ്കൂൾസ് ഓഫ് തോട്ട്സിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഏർലി സ്കൂൾസ് ഓഫ് സൈക്കോളജി ഇൻ ഓർഡർ. സ്കൂൾസ് ഓഫ് സൈക്കോളജിയിലെ ഒരുപാട് സ്കൂൾസ് ഉണ്ട് നമുക്കറിയാം. ആ സ്കൂൾസ് ഒക്കെ നിലവിൽ വന്നിട്ടുള്ള വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസിൽ സ്ട്രക്ചറലിസം ഉണ്ട്, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, ഹ്യൂമനിസ്റ്റിക്. ഇങ്ങനെ 4 സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്കിതിന് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ എന്താണ് സ്കൂൾ ഓഫ് തോട്ട്സ് ഇൻ സൈക്കോളജി? സ്കൂൾസ് ഓഫ് തോട്ട്സ് ഇൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻറ്റിഫിക് ഡിസിപ്ലിനിലേക്ക് സൈക്കോളജി എത്തിച്ചേർന്നത് ഒരുപാട് വർഷത്തെ 10 വർഷവും 100 വർഷം കൊണ്ടൊക്കെയുള്ള ഒരുപാട് പേരുടെ ഫിലോസഫേഴ്സിൻ്റെയും സൈക്കോളജിസ്റ്റുമാരുടെയും ഒക്കെ കഠിന പ്രയത്നത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്നത്തെ നിലയിലേക്ക് സൈക്കോളജി എത്തിച്ചേർന്നത്. അപ്പോൾ പണ്ട് അവർ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്. അതൊന്നും അല്ല ഇപ്പം നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. ഇപ്പോഴത്തെ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതുമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധവും ഉണ്ടാവില്ല. എന്നാലും ഇന്ന് കാണുന്ന തരത്തിലേക്ക് സൈക്കോളജി എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ അവരുടെ കുറച്ച് ആശയങ്ങളും തിയറീസും ഒക്കെ തന്നെയാണ്. സോ a school of thoughts in psychology refers to a distinct way of understanding and explaining human behavior and mental processes. ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടും മെൻ്റൽ പ്രോസസ്സിനെ കുറിച്ചിട്ടും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റ് ഹു ഷെയർ കോമൺ ഐഡിയാസ്, പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് തിയറീസ്. കോമൺ ഐഡിയാസ്, പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് തിയറീസ്. ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റുമാർ അവരെന്ത് ചെയ്ത് ഒരു കോമൺ ആയിട്ടുള്ള ഐഡിയാസും പ്രിൻസിപ്പിൾസും മെത്തേഡ്സും തിയറീസും ഒക്കെ ഷെയർ ചെയ്ത്. എന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? സെയിം കാര്യമായിരിക്കും. അങ്ങനെ ഒരേ കാര്യങ്ങൾ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഉണ്ടാക്കി ചേർത്തിട്ടുള്ള അവരുടെ ഒരു ആശയത്തിനെ ടുഗദർ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കൂൾ വന്നു കഴിഞ്ഞ് അടുത്ത സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ തൊട്ട് മുമ്പത്തെ സ്കൂളിനെ അവർ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്കൂളിനെ കുറിച്ച് നോക്കാം. നമ്മുടെ ഓപ്ഷൻസിൽ വന്നത് ഏതൊക്കെയായിരുന്നു? സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം ആൻഡ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷനാണ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ ഘടനാവാദം എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. അപ്പോൾ ഏർലിയസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. നമ്മൾ വർഷം നോക്കുകയാണെങ്കിൽ ലേറ്റ് 19th സെഞ്ച്വറി, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിലൊക്കെയാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആശയം നിലവിൽ വരുന്നത്. സ്ട്രക്ചറലിസം തന്നെയാണ് ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയേണ്ടത്? ദാറ്റ് ഈസ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് വില്യം വൂണ്ടാണ്. വില്യം വൂണ്ടിനെ ഇപ്പോൾ സൈക്കോളജി പഠിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അപ്പോൾ ആ വില്യം വൂണ്ട് തന്നെയാണ് സ്ട്രക്ചറലിസത്തിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ടേം അല്ല യൂസ് ചെയ്തത്. അതിന് പകരമായിട്ട് യൂസ് ചെയ്ത ടേമാണ് വോളണ്ടിയറിസം. വില്യം വൂണ്ട് ഉപയോഗിച്ച ടേം ഏതാണ്? വോളണ്ടിയറിസം. അപ്പോൾ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാ? ദാറ്റ് ഈസ് എഡ്വേർഡ് ബി തിഷ്നർ. എഡ്വേർഡ് ബി തിഷ്നർ വൂണ്ടിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ദ ടേം സ്ട്രക്ചറലിസം വാസ് കോയിൻഡ് ബൈ എഡ്വേർഡ് ബി തിഷ്നർ. സ്ട്രക്ചറലിസം എന്താണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ട്രൈ ടു സ്റ്റഡി ദ സ്ട്രക്ചർ ഓഫ് ദ മൈൻഡ്. മൈൻഡിന്റെ സ്ട്രക്ചർ എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ചറലിസം
ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഫോക്കസ് ഓൺ ദ ബേസിക് എലമെന്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ്സിന്റെ ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണ് അതിലാണ് കൂടുതലായിട്ട് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. ഇനി സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടേം ആണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. സ്ട്രക്ചറലിസ്റ്റുമാർ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. സോ സ്ട്രക്ചറലിസം വാസ് carried out by ഇൻട്രോസ്പെക്ഷൻ. എന്താണ് ഇൻട്രോസ്പെക്ഷൻ? ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള ടേമിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുമ്പോൾ അവിടെ രണ്ട് ടേം ആയിട്ട് വരുന്നുണ്ട്, ഇൻട്രാ ആൻഡ് ഇൻസ്പെക്ഷൻ. ഇൻട്രാ, ഇൻസ്പെക്ഷൻ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ കെയർഫുൾ എക്സാമിനേഷൻ. ഇത് തന്നെയാണ് സ്ട്രക്ചറലിസവും മീൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇൻസൈഡ് കെയർഫുൾ എക്സാമിനേഷൻ. ഇൻട്രോസ്പെക്ഷൻ refers to the act of examining and reflecting upon one's own thoughts, emotions and experiences. ഒരാളുടെ തോട്ട്സിനെയും ഇമോഷൻസിനെയും എക്സ്പീരിയൻസസിനെയും ഒക്കെ എക്സാമിനിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ടേണിംഗ് ഇൻവേർഡ് ആൻഡ് കോൺഷ്യസ്ലി അനലൈസിങ് വൺസ് മെന്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്. ഒരാളുടെ മെന്റൽ സ്റ്റേറ്റിനെയും ഇമോഷണൽ സ്റ്റേറ്റിനെയും ഒക്കെ കോൺഷ്യസ്ലി അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ എക്സാമിന് ഇനിയിപ്പോൾ ചോദിക്കുന്നത് ഈ സ്ട്രക്ചറലിസം എന്ത് ടെക്നിക്ക് വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് ഇൻട്രോസ്പെക്ഷൻ. നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് പോവാം. സ്ട്രക്ചറലിസ്റ്റ് believed that the way to learn about the brain and its function was to break the mind down into smaller parts in order to understand it. അതായത് നമുക്ക് ബ്രെയിനെ കുറിച്ചും ബ്രെയിൻ്റെ ഫംഗ്ഷനെ കുറിച്ചും ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ഒരുപാട് പാർട്സ് ആക്കി തിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇങ്ങനെ ഒരുപാട് പാർട്സ് കൂടി ചേർന്നിട്ടാണ് ഒരു വലിയൊരു പാർട്ട് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മൾ മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നതെന്നാണ് സ്ട്രക്ചറലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഫോക്കസ്ഡ് ഓൺ എലമെന്റലിസം. എലമെന്റലിസം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്കിംഗ് തിങ്സ് ഡൗൺ ഇൻ ടു സ്മോളർ പോസിബിൾ പാർട്സ്. നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റിയ ഒരു കാര്യത്തിനെ അത്രത്തോളം സ്മോളർ പോസിബിൾ പാർട്ടാക്കിയിട്ട് അതിന് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദാറ്റ് ഈസ് എലമെന്റലിസം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്കൂൾ കഴിഞ്ഞ് അടുത്ത സ്കൂളിലേക്ക് കടക്കുമ്പം അവർ ചിലപ്പം ഈ സ്കൂളിനെ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ സ്ട്രക്ചറലിസം കഴിഞ്ഞ് അടുത്ത സ്കൂൾസൊക്കെ വന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ സ്കൂൾസും സ്ട്രക്ചറലിസത്തിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറലിസം വാസ് ഷോർട്ട് ലിവ്ഡ്. കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് മാത്രമേ സ്ട്രക്ചറലിസം നിലനിന്നിട്ടുള്ളൂ. എന്തായാലും ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ആണ് ഇത് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസത്തിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ആരൊക്കെയാണ് സ്ട്രക്ചറലിസത്തിലെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നതെന്ന് നോക്കാം. വില്യം വൂണ്ട്. വില്യം വൂണ്ടിനെയാണ് ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്നറിയപ്പെടുന്നത്. വില്യം വൂണ്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള എഡ്വേർഡ് ബി തിഷ്ണർ. എഡ്വേർഡ് ബി തിഷ്ണർ ആണ് ട്രൂ സ്ട്രക്ചറലിസ്റ്റ് ഫൗണ്ടർ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് ഓസ്വാൾഡ് കൾ ആൻഡ് ജി.ഇ. മുള്ളർ. ചില എക്സാമുകളിൽ ചോദിച്ചത് കാണാം, കുറച്ച് സൈക്കോളജിസ്റ്റിന്റെ പേര് തന്നിട്ട് ഇവരിൽ ആരൊക്കെയാണ് ഈ ഒരു സ്ട്രക്ചറലിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ മറ്റ് സ്കൂൾ തന്നിട്ട് ബിഹേവിയറിസത്തിന്റെ ഭാഗം വരുന്നത്, അങ്ങനെയൊക്കെ തരും. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കുക, ആ ഓപ്ഷൻസ് കണ്ടിട്ട് ഇവരെല്ലാവരും ഏത് സ്കൂളിലാണ് വരുന്നത് നോക്കുക. സോ എന്തായാലും ഇത് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണലിസം. സ്ട്രക്ചറലിസം കഴിഞ്ഞു, അടുത്തതാണ് ഫങ്ഷണലിസം. ഫങ്ഷണലിസത്തിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. വില്യം ജെയിംസ് ഇസ് ദ ഫൗണ്ടർ ഓഫ് ഫങ്ഷണലിസം. ഇനി ഏത് കാലഘട്ടത്തിലാണ് ഫങ്ഷണലിസം വന്നത്? ലേറ്റ് 19th ഓർ ഏർലി 20th സെഞ്ചുറി. 19ാം നൂറ്റാണ്ടിന്റെ അവസാനങ്ങളിലോ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ ഒക്കെ ആയിട്ടാണ് ഫങ്ഷണലിസം നിലവിൽ വന്നിട്ടുള്ളത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫങ്ഷൻസ് ഓഫ് മെന്റൽ ആക്ടിവിറ്റി. സ്ട്രക്ചറലിസം എന്തായിരുന്നു? സ്ട്രക്ചർ ഓഫ് ദ മൈൻഡ് ആണല്ലേ. അപ്പോൾ ഇവിടെ ഫങ്ഷണലിസത്തിൽ എന്താ വരുന്നത്? ഫങ്ഷൻസ് ഓഫ് ദ മെന്റൽ ആക്ടിവിറ്റി. എന്തൊക്കെയാണ് മൈൻഡിന്റെ ഫങ്ഷൻസ്, അതിനാണ് ഫങ്ഷണലിസം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഫങ്ഷണൽ സൈക്കോളജി ലാർജ്ലി റിപ്ലേസ്ഡ് സ്ട്രക്ചറലിസം ഇൻ ദ എവല്യൂഷൻ ഓഫ് സൈക്കോളജി. സൈക്കോളജിന്റെ എവല്യൂഷൻ വരുന്ന സമയത്തൊക്കെ ഫങ്ഷണലിസ്റ്റ് എന്ത് ചെയ്തു? സ്ട്രക്ചറലിസത്തിനെ പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റി. പിന്നെ പറയുന്നതൊക്കെ ഫങ്ഷണലിസത്തിനെ കുറിച്ചിട്ടായിരുന്നു. ഫങ്ഷണലിസം വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ.
പ്രീവിയസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ ഏത് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ അവിടെ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഫങ്ഷണലിസം. ഫങ്ഷണലിസത്തിൽ എന്താണ് നോക്കുന്നത്? വാട്ട് ദ മൈൻഡ് ഡസ്, എന്താണ് മൈൻഡ് ചെയ്യുന്നത്, അതാണ് ഫങ്ഷണലിസം നോക്കുന്നത്. ബിക്കെയിം പ്രോമിനന്റ് ഇൻ 1900s, 1900കളിലാണ് ഇത് പ്രോമിനന്റ് ആവുന്നത്. ഫോക്കസ്ഡ് ഓൺ ദ പേർപ്പസ് ആൻഡ് ഫങ്ഷൻ ഓഫ് ദ കോൺഷ്യസ്നെസ് ആൻഡ് ബിഹേവിയർ. ബിഹേവിയറിൻ്റെയും കോൺഷ്യസ്നെസ്സിൻ്റെയും പർപ്പസും ഫങ്ഷനും എന്താണ് എന്നാണ് ഫങ്ഷണലിസം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. Functionalism emphasized on the study of function of mind and behavior like memory, problem solving and motivation. എന്തൊക്കെ ഫങ്ഷൻസിനാണ് നോക്കിയത്? മെമ്മറിനെ കുറിച്ചും പ്രോബ്ലം സോൾവിങ്ങും മോട്ടിവേഷൻ, ഈ ഫങ്ഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവർ ഡീറ്റെയിൽ ആയിട്ട് എംഫസൈസ് ചെയ്തിട്ടുള്ളത്. സോ ഓപ്പറേഷൻ ഓഫ് ദ ഹോൾ മൈൻഡ് റേദർ ദൻ ദ ഇൻഡിവിജ്വൽ പാർട്സ്. സ്ട്രക്ചറലിസത്തിൽ പറഞ്ഞ് നമ്മളിങ്ങനെ കീറി മുറിച്ച് ഓരോരോ പാർട്ടിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുകയാണെന്നല്ലേ. പക്ഷെ ഫങ്ഷണലിസത്തിൽ എന്താണ് ചെയ്തത്? ഓപ്പറേഷൻ ഓഫ് ദ ഹോൾ മൈൻഡ്, മൊത്തമായിട്ടുള്ള മൈൻഡിനെ കുറിച്ച് പഠിക്കുകയാണ് ചെയ്തത്, റേദർ ദാൻ ഇറ്റ്സ് ഇൻഡിവിജ്വൽ പാർട്സ്. ഇൻഡിവിജ്വൽ പാർട്സിനെ പഠിക്കുന്നതിന് പകരമായിട്ട് മൊത്തമായിട്ട് എങ്ങനെയാണെന്നാണ് പഠിച്ചത്. ഇനി ഫങ്ഷണലിസത്തിലെ നോട്ടബിൾ പീപ്പിൾ ആരൊക്കെയാണ് നമ്മൾ ഫങ്ഷണലിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത്? ആദ്യം തന്നെ വില്യം ജെയിംസ്. വില്യം ജെയിംസ് ആരായിരുന്നു? ഫൗണ്ടർ ഓഫ് ഫങ്ഷണലിസം. മൈൻഡ് ഷുഡ് ബി എ ഡൈനാമിക് കോൺസെപ്റ്റ്. അദ്ദേഹം പറഞ്ഞ എന്താണ്? മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് കോൺസെപ്റ്റ് ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് തിയറി ഓഫ് ദ സബ് കോൺഷ്യസ്. തിയറി ഓഫ് ദ സബ് കോൺഷ്യസ് ആയതാണ് വില്യം ജെയിംസ്. അടുത്തത് ജോൺ ഡെവി. ഓർഗനൈസ്ഡ് ഫങ്ഷണൽ സൈക്കോളജി ഇൻ ചിക്കാഗോ യൂണിവേഴ്സിറ്റി ഇൻ 1894. 1894 ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഫങ്ഷണൽ സൈക്കോളജി ഓർഗനൈസ് ചെയ്തത് ആരാണ്? ജോൺ ഡെവി ആണ്. ഡെവലപ്ഡ് ദ റിഫ്ലക്സ് ആർ കോൺസെപ്റ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിഫ്ലക്സ് ആർ കോൺസെപ്റ്റ് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ജോൺ ഡെവി. ജെയിംസ് റോളാൻഡ് ഏഞ്ചൽ. അടുത്തൊരു ഫങ്ഷണലിസ്റ്റ് ആണ് ജെയിംസ് റോളാൻഡ് ഏഞ്ചൽ. ഡിഫൈൻഡ് 3 കീ ഐഡിയാസ് ഓഫ് ഫങ്ഷണലിസം. ഫങ്ഷണലിസത്തിലെ ഒരു 3 കീ ഐഡിയാസ് ഉണ്ട്. ആ 3 ഐഡിയാസും പറഞ്ഞിട്ടുള്ളത് ജെയിംസ് റോളാൻഡ് ഏഞ്ചൽ ആണ്. പ്രൊമോട്ടഡ് സൈക്കോളജി ആസ് എ ബയോളജിക്കൽ സയൻസ്. സൈക്കോളജിനെ ബയോളജിക്കൽ സയൻസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതും ഇദ്ദേഹം തന്നെയാണ്. അടുത്തതാണ് ജോസഫ് ജാസ്ട്രോ. ഡിക്ലെയർഡ് ദാറ്റ് functional psychology was open and flexible, welcoming the integration of other areas and methods. ഫങ്ഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നതല്ല, അത് ബാക്കിയുള്ള സൈക്കോളജിൻ്റെ ഏരിയാസിനെ എല്ലാവരെയും ഈ ഒരു ഫങ്ഷണലിസത്തിലേക്ക് വരെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ ഇത് വളരെ ഓപ്പൺ ആണ്, ഫ്ലെക്സിബിൾ ആണ് എന്നൊക്കെയാണ് ജോസഫ് ജാസ്ട്രോ പറഞ്ഞിട്ടുള്ളത്. സോ 4 ഫങ്ഷണലിസ്റ്റ് ആരൊക്കെയാണ്? വില്യം ജെയിംസ്, ജോൺ ഡെവി, ജെയിംസ് റോളാൻഡ് ഏഞ്ചൽ ആൻഡ് ജോസഫ് ജാസ്ട്രോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഹേവിയറിസത്തിനെ കുറിച്ചിട്ടാണ്. ബിഹേവിയറിസത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ജോൺ ബി വാട്സൺ ആണ്. ജോൺ ബി വാട്സൺ ഇസ് കോൾഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് ബിഹേവിയറിസം. ബിഹേവിയറിസം എന്നാ വന്നത്? ഏർലി ടു മിഡ് 20th century. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം, ഒരു മധ്യഭാഗമൊക്കെ ആയ സമയത്താണ് ബിഹേവിയറിസം നിലവിൽ വരുന്നത്. ക്വസ്റ്റ്യൻ മറന്നുപോലും, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 4 സ്കൂൾസ് തന്നിട്ട് ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്നാണ് നിലവിൽ വന്നതെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി. ബിഹേവിയറിസം സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി. സെക്കൻഡ് സ്കൂൾ എന്നല്ല പറഞ്ഞത്, സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജിയാണ് ബിഹേവിയറിസം എന്നറിയപ്പെടുന്നത്. ഓൾസോ നോൺ ആസ് ദ ബിഹേവിയറൽ സൈക്കോളജി. ബിഹേവിയറിസം ബിഹേവിയറൽ സൈക്കോളജി എന്നും അറിയപ്പെടുന്നുണ്ട്. ബിഹേവിയറിസം ഡീൽസ് വിത്ത് ദ ഒബ്സർവബിൾ സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയേഴ്സ്. നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയേഴ്സിലെയാണ് ബിഹേവിയറിസം ഡീൽ ചെയ്തിട്ടുള്ളത്. ഒബ്സർവബിൾ സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയേഴ്സ്. ബിഹേവിയറിസത്തിന് 2 കീ ടൈപ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പാരന്റ് കണ്ടീഷനിങ്ങും. ഇത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലേണിംഗ് മൊഡ്യൂൾ എടുക്കുന്ന സമയത്ത് പറയും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളിത് മാത്രം അറിഞ്ഞാൽ മതി. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടെയാണ്? ഇവാൻ പാവ്ലോ. ഒപ്പാരന്റ് കണ്ടീഷനിങ് B.F. സ്കിന്നർ. ബിഹേവിയറിസത്തിന്റെ 2 ടൈപ്പാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പാരന്റ് കണ്ടീഷനിങ്ങും. ബിഹേവിയറിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ് അവർ ആക്ഷൻസ് ആർ ഷേപ്ഡ് ബൈ എൻവയോൺമെന്റൽ സ്റ്റിമുലി.
ബിഹേവിയറിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആക്ഷൻസ് ഒക്കെ ഷേപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടാണ്. ചുറ്റുപാടിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ ബിഹേവിയർ കാണിക്കുന്നത് എന്നാണ് ബിഹേവിയറിസ്റ്റ് പറഞ്ഞത്. ഓൾ ബിഹേവിയേഴ്സ് ആർ ലേൺഡ് ത്രൂ ദ ഇന്ററാക്ഷൻ വിത്ത് ദ എൻവയോൺമെന്റ്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പം, മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. അതാണ് നമ്മുടെ ബിഹേവിയറായിട്ട് മാറുന്നത് എന്നാണ് ബിഹേവിയറിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബിഹേവിയറിസത്തിലുള്ള മേജർ ഫിഗേഴ്സ് ആരൊക്കെയാണ് ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ നിലവിൽ കൊണ്ടുവന്നത് എന്ന് നോക്കാം. ജോൺ ബി വാട്സൺ, നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് ദ founder of behaviorism. Who was the founder of behaviorism? That is John B. Watson. Believed psychology should only study the observable behavior. നമുക്ക് കാണാൻ പറ്റുന്ന ബിഹേവിയറുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി എന്നാണ് ജോൺ ബി വാട്സൺ പറഞ്ഞത്. അടുത്തതാണ് ഇവാൻ പാവ്ലോവ്. ഇവാൻ പാവ്ലോവ് ഡിസ്കവേർഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഡിസ്കവർ ചെയ്തതാണ് ഇവാൻ പാവ്ലോവ്. എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? ലേണിംഗ് ത്രൂ അസോസിയേഷൻ വഴി നമ്മൾ പഠിക്കുന്നതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നമ്മളിത് ഈ ഒരു സെഷൻ ഭയങ്കര ലോങ് ആയിപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സ് വരുന്ന സമയത്ത് പറയാം. അടുത്ത ബിഹേവിയറിസ്റ്റ് ആണ് B.F. സ്കിന്നർ. B.F. സ്കിന്നർ ഡെവലപ്ഡ് ദ ഒപ്പാരന്റ് കണ്ടീഷനിങ്. ഒപ്പാരന്റ് കണ്ടീഷനിങ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ദാറ്റ് ഈസ് B.F. സ്കിന്നർ. ലേണിംഗ് ത്രൂ കോൺസിക്വൻസസ്, റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. കോൺസിക്വൻസസ് വഴി നമുക്കിപ്പോൾ റിവാർഡും പണിഷ്മെന്റും ഒക്കെ കിട്ടുമ്പോൾ അതുവഴി നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നത് എന്നാണ് B.F. സ്കിന്നർ കണ്ടുപിടിച്ചത്. എഡ്വേർഡ് തോണ്ടൈക്ക്, ലോ ഓഫ് എഫക്റ്റ്. എഡ്വേർഡ് തോണ്ടൈക്കിന്റെ ആണ് ലോ ഓഫ് എഫക്റ്റ്. ബിഹേവിയർ ഫോളോഡ് ബൈ പ്ലസന്റ് ഔട്ട്കംസ് ഇസ് റിപ്പീറ്റഡ്. ഇതാണ് എഡ്വേർഡ് തോണ്ടൈക്കിന്റെ. സോ 4 ബിഹേവിയറിസ്റ്റ് ആരൊക്കെയാണ്? ജോൺ ബി വാട്സൺ, ഇവാൻ പാവ്ലോവ്, B.F. സ്കിന്നർ, എഡ്വേർഡ് തോണ്ടൈക്ക്. ഇവർ മാത്രമല്ല, വേറെയും കുറച്ച് സൈക്കോളജിസ്റ്റുകാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെയാണ് നമ്മൾ മേജർ ഫിഗേഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള 4ാമത്തെ ഓപ്ഷൻ ആയിരുന്നു ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി, അല്ലെങ്കിൽ ഹ്യൂമനിസം എന്നൊക്കെ പറയും. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആണ് തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് വീണ്ടും ഞാൻ പറയുന്നത് തേർഡ് ഫോഴ്സ് ആണ്, തേർഡ് സ്കൂളിനെ അല്ല. നമ്മുടെ ക്രോണോളജിക്കൽ ഓർഡർ അല്ല കേട്ടോ ചോദിച്ചത്. ദാറ്റ് ഈസ് തേർഡ് ഫോഴ്സ് ആണ്. മിഡ് 20th സെഞ്ചുറി, 20ാം നൂറ്റാണ്ടിന്റെ പകുതിയൊക്കെ ആയ സമയത്താണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി നിലവിൽ വരുന്നത്. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് അബ്രഹാം മാസ്ലോ. അബ്രഹാം മാസ്ലോ ഇസ് ദ ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. 1943ലാണ് മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഇയർ എന്തായാലും ഓർത്ത് വെക്കുക, 1943ലാണ് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് നിലവിൽ വരുന്നത്. 1946 മറ്റൊരു ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ് കാൾ റോജേഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി, ക്ലയൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച് അല്ലെങ്കിൽ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി ഇതൊക്കെ നിലവിൽ കൊണ്ടുവന്നത് കാൾ റോജേഴ്സ് ആണ്. എന്നാണ് 1946. ഞാനിതൊക്കെ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഈ വർഷങ്ങൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരുന്നുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളൊക്കെ മറന്നു പോകാതിരിക്കുക. Humanistic psychology is a perspective that emphasizes the inherent goodness and potential of individuals, focusing on their capacity for growth and self-actualization. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി പറഞ്ഞത് നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് തന്നെ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്താൻ പറ്റും, അവരിലാണ് എല്ലാ കഴിവും ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫോക്കസ് ഓൺ ദ ഹോൾ പേഴ്സൺ. ഒരു പേഴ്സണെയാണ് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വ്യൂസ് പീപ്പിൾ ആസ് യുണീക്ക് ഇൻഡിവിജ്വൽസ്. പീപ്പിൾ എന്ന് പറയുന്നത് യുണീക്ക് ഇൻഡിവിജ്വൽ ആണ്, ഓരോരുത്തരും വ്യത്യസ്തമാണ്. നോട്ട് ജസ്റ്റ് കളക്ഷൻ ഓഫ് ബിഹേവിയേഴ്സ് ഓർ അൺകോൺഷ്യസ് ഡ്രൈവ്സ്. ബിഹേവിയറിൻ്റെയും അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡ്രൈവിൻ്റെയും ഒക്കെ ഒരു കളക്ഷൻ ഒന്നും അല്ല. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് എന്നാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി പറഞ്ഞത്. ഈ അൺകോൺഷ്യസ് ഡ്രൈവ് ഒക്കെ പറയുന്നത് വേറൊരു സ്കൂളുണ്ട്, സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സൈക്കോ അനാലിസിസിനെ റിജക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഇവിടെ അൺകോൺഷ്യസ് ഡ്രൈവ് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ വരുന്നത് ഫ്രീ വിൽ ആൻഡ്
പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. അടുത്ത കീ ഫീച്ചർ ആണ് ഫ്രീ വിൽ ആൻഡ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. Believe that humans have control over their actions and can make meaningful choices. മനുഷ്യർക്ക് അവരുടെ ആക്ഷൻസിൽ കൺട്രോൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് മീനിങ് ആയിട്ടുള്ള ചോയ്സസ് എടുക്കാൻ പറ്റും എന്നാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി പറയുന്നത്. Next key feature is self-actualization. The drive to fulfill one's potential and become the best version of oneself. മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് എന്ത്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്ത് ഒരു മനുഷ്യന് ഏറ്റവും ടോപ്പിൽ അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഹയസ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ട്രൈ ടു ഫുൾഫിൽ വൺസ് പൊട്ടൻഷ്യൽ, ഒരാളുടെ ഏറ്റവും മാക്സിമം ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് വ്യൂ ഓഫ് ഹ്യൂമൻ നേച്ചർ. പീപ്പിൾ ആർ ഇൻഹറന്റ്ലി ഗുഡ് ആൻഡ് കേപ്പബിൾ ഓഫ് ഗ്രോത്ത് ആൻഡ് ഹീലിംഗ്. ഇവർ പറയുന്നത് മനുഷ്യർ എന്ന് പറയുന്നത് നല്ലവരാണ്, അവർ നല്ലവർ മാത്രമേ ഉള്ളൂ എന്നാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. അറേഞ്ച് ദ ഏർലി സ്കൂൾസ് ഓഫ് സൈക്കോളജി ഇൻ ഓർഡർ. എന്തായിരുന്നു? നമുക്ക് 4 സ്കൂൾസ് തന്നിട്ടുണ്ട്, അത് ഓർഡറിൽ കൊടുക്കാനാണ് പറഞ്ഞത്. ഓഗസ്റ്റ് 2024, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? സ്ട്രക്ചറലിസം തന്നിട്ടുണ്ട്, ഫങ്ഷണലിസം തന്നിട്ടുണ്ട്, ബിഹേവിയറിസം തന്നിട്ടുണ്ട്, ഹ്യൂമനിസ്റ്റിക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓരോന്നും നിലവിൽ വന്ന വർഷം നമ്മൾ ചർച്ച ചെയ്തു. സ്ട്രക്ചറലിസം ലേറ്റ് 19th സെഞ്ച്വറിയിലാണ്, ഫങ്ഷണലിസം ലേറ്റ് 19th അല്ലെങ്കിൽ ഏർലി 20th സെഞ്ച്വറിയിലാണ്, ബിഹേവിയറിസം ഏർലി ടു മിഡ് 20th സെഞ്ച്വറിയിലാണ്, ആൻഡ് ഹ്യൂമനിസ്റ്റിക് മിഡ് 20th സെഞ്ച്വറിയിലാണ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷന് ഓർഡറിൽ തന്നെയാണ് തന്നത്. സോ എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്? A, B, C, D. സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം ആൻഡ് ഹ്യൂമനിസം. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത പാർട്ടിൽ നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ഈ വെസ്റ്റേൺ സെസ്യത്തിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം. സോ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.